എപ്പോൾ നാട്ടിൽ ചെന്നാലും ഒരു ബീച്ച് വിസിറ്റ് അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ കോഴിക്കോട് ബീച്ച്. പക്ഷേ ഈ വട്ടം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയില്ല, കാരണം അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ബേപ്പൂർ ബീച്ചിലേക്കാണ് പോയത്. അപ്പം ഞാനും എൻ്റെ കസിൻസും എൻ്റെ ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ബീച്ചിൽ മെയിനായിട്ട് പോകുന്നത് ഞങ്ങൾ ഉപ്പിലിട്ടതും പിന്നെ അവിടെയുള്ള കുറച്ച് സ്നാക്സും വാങ്ങി കഴിക്കാൻ, അല്ലാതെ ബീച്ചിൻ്റെ വ്യൂ ആസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പുളിയച്ചാറൊക്കെ കണ്ടു. അതൊക്കെ കഴിക്കാൻ എനിക്ക് കൊതിയായി. പക്ഷേ എൻ്റെ OCD കാരണം എനിക്ക് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഉപ്പിലിട്ട് തന്നെ ഞാൻ കുറേ നല്ല നീറ്റുള്ള ഒരു കടയിൽ കയറിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ആ ബ്രിഡ്ജിലേക്ക് വിട്ടു. അപ്പോൾ ഞങ്ങൾ ആ എൻഡ് വരെ നടക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 3:30, 4 o'clock ആയി. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല, നേരെ നടന്നു. പകുതി എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും ഞങ്ങൾ വീണ്ടും നടന്നു. ആ എൻഡ് വരെ പോകണമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ മീൻ പിടിക്കുന്നവരെയൊക്കെ കണ്ടു. ഒരാൾ മീനൊക്കെ പിടിക്കുന്നുണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് മാംഗ്ലൂർ ഓർമ്മ വന്നു, കാരണം എല്ലാ സൺഡേ നമ്മൾ മീൻ പിടിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് മീൻ പിടിക്കുന്ന വീഡിയോ കൊടുത്താക്കി അത്യാവശ്യം നല്ല വലിയ മീനെ തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ എൻഡ് വരെ നടന്ന് അവിടെ കുറച്ച് നേരം അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ കണ്ടവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. തിരിച്ച് നടക്കുമ്പോഴത്തേക്ക് ആക്ച്വലി വയ്യാണ്ടായിട്ടോ. വയ്യാണ്ടായി എന്ന് പറയുമ്പോൾ എൻ്റെ പൂക്കിമോൻ്റെ ബാഗൊക്കെ പിടിച്ചു, കാരണം അത്രയും ടയേർഡായി. കാരണം വെയിലത്തായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. അവന് തിരിച്ച് വേഗം നടന്ന് എത്തണം എന്നുണ്ടായ ഒരു റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഈ സ്നാക്സ് വാങ്ങി കഴിക്കാനായിരുന്നു. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി വേഗം വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളൊരു 8 o'clock 8:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.